പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ദേവബാല. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ലേ? മുതലായ ചോദ്യങ്ങൾ ഇപ്പോൾ ബാക്കിയായിരിക്കുകയാണ്. ഇതേ തുടർന്ന് ദേവബാല അറിയാനിടയായിരിക്കുകയാണ് ഇഷയുടെ വീട്ടിൽ സംഭവിച്ച ദുരന്തത്തെ പറ്റി. ഇതോടെ ദേവബാല അഭിഷേകിനെ ചെന്ന് കാണുകയും അഭിഷേകിനോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. വിചാരിച്ചതുപോലെ നിന്റെ ആഗ്രഹമൊന്നും നടക്കില്ലടാ, അത് ഉറപ്പ് തന്നെയാണ്. ഇത് കേൾക്കുന്ന അഭിഷേക് ഒന്ന് ഞെട്ടുന്നു. ആ ഇഷയുടെ അച്ഛനിലെ അയാൾ മരിക്കാറായി. അതുകൊണ്ട് തന്നെ ഇനി നിന്നെ സ്വന്തമാക്കാമെന്നുള്ള തോന്നലൊന്നും അവൾക്ക് വേണ്ട. നിന്നെ ഞാനാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് കേട്ട് നീ ഇവിടെ നിന്ന് ചലിക്കുകയുള്ളൂ. ആ കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് നൽകാം. ഇത് കേട്ട് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. മാത്രവുമല്ല, അഭിഷേകിന്റെ അച്ഛനാകട്ടെ ഇതേ തുടർന്ന് ദേവബാലയുടെ അച്ഛനാകട്ടെ ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുകയാണ്. മാത്രവുമല്ല, അഭിഷേകിനോട് ഇനി നിനക്ക് ഇവിടെ നിന്ന് മറ്റൊരു ജീവിതം പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഇഷയെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിനായി ഞങ്ങൾ എന്തും ചെയ്യും. എനിക്ക് ദേവബാലയുടെ ജീവിതം തന്നെയാണ് വലുത്. അതുകൊണ്ട് തന്നെ അഭിഷേക് ഈ വീട്ടിൽ തുടരുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇത് കേൾക്കുന്ന അഭിഷേകാകട്ടെ, നിങ്ങൾക്ക് അധിക നാൾ എന്നെ ഇങ്ങനെ പിടിച്ചു കെട്ടാൻ സാധിക്കുകയില്ല. ആ കാര്യം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? അതെ, അത് എനിക്കും അറിയാവുന്നത് തന്നെയാ. പക്ഷേ അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അത് ഞാൻ ചെയ്തു തീർക്കുക തന്നെ ചെയ്യും. അപ്പോഴേക്കും ഒരു തീരുമാനമാവുകയും ചെയ്യും. ഇഷയുടെ സ്വപ്നമെല്ലാം നീ കളഞ്ഞേക്ക്. ഇല്ല, ഞാൻ അതിന് തയ്യാറാവുകയില്ല. ഇഷയെ തേടി ഞാൻ പോവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക്. ഇതിനിടയിലാണ് ഇപ്പോൾ റാംമോഹൻ ഉണ്ടായ അപകടത്തെ പറ്റി അറിയാൻ രാഹുലും നീനയും സോനയും അറിയാൻ ഇടയാകുന്നു. ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവർ. മാത്രവുമല്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്കൊരു തിരിച്ചടി കൊടുക്കണം. എന്നാൽ മാത്രമാണ് സ്വത്തുകൾ ഇനിയും നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടാണ് പ്ലാനുകൾ അവർ നീക്കുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇഷ. സ്വത്തുകൾ ലഭിക്കും എന്ന് കരുതുന്നുവെങ്കിലും സ്വത്തുകൾ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ പുതിയൊരു ദുരന്തം വന്ന് സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇതേ സമയമാണ് ഇഷ കാര്യങ്ങൾ തിരിച്ചറിയുന്നതും വീണ്ടും അഭിഷേകിനെ ചെന്ന് കാണുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നതും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.